ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് MPIയുടെ നല്ലൊരു സോസേജാണ്. അതിനാവശ്യമായ പച്ചമുളക്, ഇഞ്ചി, സവാള, വെളുത്തുള്ളി, തക്കാളി എന്നിവയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ അല്ലേ, മമ്മി പോയി റെസ്റ്റ് എടുത്തോളൂ, ഞങ്ങൾ ചെയ്തോളാം മറ്റു പണികളെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുത്തപ്പോൾ ഞാനൊന്നും നോക്കാതെ തന്നെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ സോസേജ് കട്ട് ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവർക്കിതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ സോസേജ് കട്ട് ചെയ്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഓയിൽ എല്ലാം ഇട്ട് പുരട്ടി വെച്ചു. മകളാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ക്യാമറമാനായിട്ട് മൗനം ഉണ്ട്. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിൽ ഓയിലിട്ട് അതിലേക്ക് വറുക്കാനായിട്ട് എല്ലാ സോസേജ് ഇട്ട് കൊടുത്ത് അത് ടൊമാറ്റോ മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. ആ സമയം കൊണ്ട് ടൊമാറ്റോയും പിന്നെ പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ സോസേജ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വറുത്ത് വെച്ച അതേ പാത്രത്തിൽ തന്നെ 2 സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം ഇട്ടൊന്ന് വഴറ്റുകയാണ് കേട്ടോ. ശേഷം ലേശം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായി എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഇട്ട് നല്ലൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ ആരും മറക്കല്ല കേട്ടോ. പിന്നീട് എന്താ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോസേജ് അങ്ങോട്ട് ചേർക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതും കുറച്ച് ഉപ്പ് ചേർക്കുന്നതൊന്നും ക്യാമറയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അവസാനം കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് വേപ്പില കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറി നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഒരു മിസ്റ്റേക്ക് മാറ്റിയാൽ എരിവ് അല്പം കൂടിപ്പോയി. പിന്നെ കറി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ആരും പരാതിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.